Hello friends, welcome to SATC Victers Academy. നമ്മൾ പഠിക്കാൻ പോകുന്നത് empty സെറ്റിനെ കുറിച്ചിട്ടാണ്. empty എന്ന വാക്ക് നമുക്കറിയാം, ഒന്നും ഇല്ല. ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല എങ്കിൽ അതാണ് empty സെറ്റ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ 10ാം ക്ലാസ്സിലും പ്ലസ് 1ലും ഒരേ സമയം പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേര് ചോദിച്ചാൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ആ കുട്ടി 10ാം ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ പ്ലസ് 1ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ആ സെറ്റിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ സാധാരണ നമ്മൾ സെറ്റിനകത്ത് എഴുതുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ എഴുതും. ഓക്കെ, എന്നാൽ empty സെറ്റിനകത്ത് നമ്മൾ ഒന്നും എഴുതില്ല, ഇങ്ങനെ വെറുതെ എഴുതും, ഒന്നുമില്ല. അപ്പോൾ empty സെറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓർ മറ്റൊരു എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ട് ഇങ്ങനെ. സോ ഈ ഒരു രണ്ട് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ empty സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിനോട്ടഡ് ബൈ ഒന്നില്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ദിസ് ഈസ് നോൺ ആസ് empty സെറ്റ്. ഓക്കെ, സോ എ സെറ്റ് കണ്ടെയ്നിങ് നോ എലമെന്റ്, എ സെറ്റ് containing no element, no element. ഒരു സെറ്റിനകത്ത് ആരും തന്നെ ഇല്ല എങ്കിൽ അത്തരം സെറ്റുകളെയാണ് നമ്മൾ empty സെറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പേര് നൾ സെറ്റ്. empty സെറ്റിന്റെ മറ്റൊരു പേര് നൾ സെറ്റ്. വേറൊരു പേര് കൂടി പറയാറുണ്ട്, വോയിഡ് സെറ്റ്. ഓക്കെ, അപ്പൊ empty സെറ്റ് രണ്ട് വേറെ പേരുകൾ കൂടി ഉണ്ട്. ഒന്ന് നൾ സെറ്റ്, ഒന്ന് വോയിഡ് സെറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ, ഇങ്ങനെ ഒരു ലെറ്റർ, ഓർ ഇങ്ങനെ ഒരു സിമ്പിൾ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു empty സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന്, the collection of all integers whose square is less than 0. The collection of all integers whose square is less than 0. അതായത് ഇൻറ്റീജേഴ്സ് നമുക്കറിയാം 0, 1, 2, 3 ഇതെല്ലാം ഇൻറ്റീജേഴ്സ് ആണ്. നെഗറ്റീവ് സംഖ്യകളുണ്ട്, -3, -2, -1 ഇതൊക്കെ ഇൻറ്റീജേഴ്സ് ആണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം 2 സ്ക്വയർ എത്ര? 4. -2 ആണെങ്കിലും അതിൻ്റെ സ്ക്വയറും 4. ഇവർ പറയുന്നത് സ്ക്വയർ 0 ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ക്വയർ നെഗറ്റീവ് സംഖ്യ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ നോക്കിയാൽ അറിയാം, പോസിറ്റീവ് സംഖ്യയുടെ സ്ക്വയറും പോസിറ്റീവ് സംഖ്യ തന്നെയാണ്, നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയറും പോസിറ്റീവ് സംഖ്യ തന്നെയേ വരുള്ളൂ. സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് സംഖ്യ വരില്ല. ഇവിടെ പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഹൂ സ്ക്വയർ ഈസ് ലെസ് ദാൻ 0. 0ൽ താഴെയുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻറ്റീജേഴ്സിന്റെ സ്ക്വയർ എടുത്ത് എഴുതാൻ അങ്ങനെ ഒരു സെറ്റ് ഇല്ല. സോ ദിസ് ഈസ് നൾ സെറ്റ്. അത് നൾ സെറ്റ്. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന പേര് നൾ സെറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, നൾ സെറ്റ് നമ്മൾ പറയാം. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ 2, the collection of all girl students in a boys college. The collections of all girls student in a boys only college. ബോയ്സ് ഓൺലി കോളേജിലെ ഗേൾസിൻ്റെ ആണ് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ബോയ്സ് ഗേൾസ് ആവും, അതല്ല ഉദ്ദേശിച്ചത്. കളക്ഷൻ ഓഫ് ഓൾ ഗേൾസ് സ്റ്റുഡൻറ് ഇൻ എ ബോയ്സ് കോളേജ്. അപ്പം അങ്ങനെ ഒരു സാധനം ഇല്ല, അതുകൊണ്ട് എന്താണ് നൾ സെറ്റ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് the collection of all real number
of the equation x square plus 5 is equal to 0. x square plus 5 is equal to 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്റെ സാധാരണ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ ആണ് എളുപ്പമാണ്. x square is equal to plus 5 അപ്പുറത്തേക്ക് എടുത്താൽ -5, x is equal to root of എന്താണ് -5. നെഗറ്റീവിന് റൂട്ട് ഉണ്ടോ? ഇല്ല. ഇത് കോംപ്ലക്സ് നമ്പർ ആണ്. നിങ്ങൾ വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയായിട്ട് സൊല്യൂഷൻ കാണുക എന്നുള്ളത്. പക്ഷെ റൂട്ട് ഉണ്ട്, പക്ഷെ അത് നോർമൽ റൂട്ട് അല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോർമൽ റൂട്ടാണ്. സാധാരണ ഒരു സംഖ്യയായിട്ട് ഉള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ കളക്ഷൻ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഓഫ് ദ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷന്റെ റിയൽ നമ്പേഴ്സ്, അതിന്റെ സൊല്യൂഷന്റെ റിയൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു. പക്ഷെ അത് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഇത് എന്താണ്? എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ തരും. അതിനകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. 1, the set of follows such that x square is equal to 2 and x is a rational number. Okay, രണ്ടാമത്തത് the set of follows such that x is an integer neither positive nor negative. ഓക്കെ, സാറിനോട് പറയുന്നുണ്ട്, എഴുതി പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ the set of follows such that x is a boy student in girls only college. നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ ആണ്. 4, the set of all is such that x less than 5 and also x greater than 5. The last question, the set of follows such that x is a real number and x square less than 0. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ ഒന്നാമത് പറയണേ x square is equal to 2 and x is a rational number. അപ്പൊ x റാഷണൽ നമ്പർ ആയിരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ എണ്ണുന്ന സംഖ്യകളില്ല 1 2 3 4 0 -3 അങ്ങനെയുള്ള സംഖ്യകളായിരിക്കണം, അല്ലാത്ത സംഖ്യകളാവാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എക്സിന്റെ വില എടുക്കുകയാണെങ്കിൽ x square is equal to 2, x is equal to എന്താണ് √2 വരും. √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്, റാഷണൽ നമ്പർ അല്ല. റാഷണൽ നമ്പർ ഉദ്ദേശിക്കുന്നത് q/p എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. 1/2 2/3 അങ്ങനെ എഴുതാൻ പറ്റണം. വെറുതെ 2 എഴുതിയാലും അത് റാഷണൽ നമ്പർ ആണ്. അതിന്റെ താഴെ ഒന്നുണ്ട്. എന്താ √2 നമ്മൾ ഒരിക്കലും എന്താണ് റാഷണൽ നമ്പർ ആയിട്ടല്ല പറയാ, ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉത്തരം എക്സിന്റെ വില എന്താവില്ല, റാഷണൽ നമ്പർ ആവില്ല, ഇറാഷണൽ നമ്പറേ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇത് എന്താണ്, നൾ സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഇസ് ആൻ ഇൻഡിജർ നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, അങ്ങനെയുള്ള ഒരു ഇൻഡിജർ. അങ്ങനെ ഇൻഡിജർ ഉണ്ട്, അത് 0 ആണ്. അതുകൊണ്ട് ഇത് എംപ്റ്റി സെറ്റ് അല്ല. 0 എന്ന് പറഞ്ഞ ഉത്തരം അവിടെയുണ്ട്. അടുത്തത്, എക്സ് ഈസ് എ ബോയ് സ്റ്റുഡന്റ് ഇൻ എ ഗേൾസ് ഓൺലി കോളേജ്. ഗേൾസ് ഓൺലി കോളേജ് ബോയ് സ്റ്റുഡന്റ് ഉണ്ടാവോ? ഇല്ല. അതെന്താണ്, നൾ സെറ്റ് ആണ്. നാലാമത്തെ, എക്സ് ലെസ് ദാൻ 5 ആൻഡ് ആൾസോ എക്സ് ഗ്രേറ്റർ ദാൻ 5. എക്സ് 5-നേക്കാളും ചെറുതുമാണ്, അതേസമയം 5-നേക്കാൾ വലുതുമാണ്. 5-നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ 4 എടുക്കുക. അങ്ങനെയാണെങ്കിൽ 5-നേക്കാൾ വലുതാണോ? അത് അല്ല. അപ്പൊ ഒരു സംഖ്യ ഒരേ സമയം എന്താണ്, 5-നേക്കാൾ ചെറുതും 5-നേക്കാൾ വലുതാവരുത്. ഗുമ്പിടിയൊന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല, ഇത് ഇതിനകത്ത് ഉത്തരവില്ല, നൾ സെറ്റ് ആണ്. ലാസ്റ്റ് വൺ, എക്സ് ഈസ് എ റിയൽ നമ്പർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0. എക്സ് ഒരു സംഖ്യയാണ്, പക്ഷെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 0-നേക്കാളും ചെറുതാണ്, അതായത് നെഗറ്റീവ് ആണ്. അതായത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഒരു സംഖ്യയുടെ സ്ക്വയറും നെഗറ്റീവ് വരില്ല. സോ ഇങ്ങനെ ഒരു സെറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, അതിന്റെ ഉത്തരം നൾ സെറ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നിങ്ങൾ പോയിട്ട് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്, എം ടി സെറ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കുക. The set of all x such that x is a real number neither rational nor irrational. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ചേർന്ന എല്ലാമാണ് എന്ത് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് റാഷണൽ നമ്പർ ഉണ്ടാവും, ഇറാഷണൽ നമ്പർ ഉണ്ടാവും. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എക്സ് ഒരു റിയൽ നമ്പർ ആണ്, പക്ഷെ അത് റാഷണലോ അല്ല ഇറാഷണലോ അല്ല. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. 2. y സമം the set of followers such that x is a real number less than itself. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്. ആ നമ്പർ എന്താണ്? അതിനേക്കാളും ചെറുതാണ്. അങ്ങനെ ഒരു സംഖ്യ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. 3. z equal to the set of followers such that x is a non-zero real satisfying x plus a equal to a for every real a. എന്തായാലും അർത്ഥം the set of followers is that x is a non-zero real satisfying. non-zero എന്ന് പറഞ്ഞാൽ x ഒരിക്കലും എന്തല്ല, പൂജ്യമല്ല. non-zero പൂജ്യമല്ല, ഏതൊരു സംഖ്യയാണ്. എന്നാൽ ആ എക്സിനോട് ഒരു സംഖ്യ എ കൂട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ എ തന്നെ കിട്ടണം. ഫോർ എവരി റിയൽ എ അങ്ങനെയുള്ള ഒരു സംഖ്യ ഉണ്ടോ? നിങ്ങൾ 1 ആലോചിക്കുക. അതിനോട് 2 കൂട്ടുമ്പോൾ 2 കിട്ടുമോ? കിട്ടില്ല. ഈ എക്സ് എന്നുള്ളത് 0 ആകുമ്പോൾ മാത്രമാണ് ഇവിടെയുള്ള സംഖ്യനോട് 0 കൂട്ടുമ്പോൾ ആ സംഖ്യ കിട്ടുള്ളൂ. അപ്പൊ എന്ത് വേണം? ഇതിന്റെ ഉത്തരം എന്താണ്? ഇത് എം ടി സെറ്റ് ആണോ? അത് നിങ്ങൾ ആലോചിക്കാം. 4. ടി സമം ക്യാപിറ്റൽ ലെറ്റർ ടി സമം എക്സ് the set of followers such that x into a അതായത് xa is equal to a for every real a. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരു സംഖ്യയുടെ ഏതെങ്കിലും ഒരു സംഖ്യ ആലോചിക്കുക. ഇൻറ്റു ഒരു സംഖ്യ ഗുണിക്കുമ്പോൾ ആ സംഖ്യനെ കിട്ടണം. ഇപ്പോൾ എക്സ് 1 ആണെന്ന് വിചാരിക്കാം. 1 × 5 5 കിട്ടില്ലേ? കിട്ടും. അപ്പൊ എക്സിന്റെ വില 1 ആവാലോ. ഇത് എം ടി സെറ്റ് ആണോ? ആലോചിക്കാം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. u സമം the set of all such that x is an odd natural number divisible by 2. രണ്ട് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഒറ്റ സംഖ്യകൾ ഒരിക്കലും 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ അത് എം ടി സെറ്റ് ആണോ അല്ലെങ്കിൽ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. 6ാമത്തെ v സമം the set of followers such that x is a point common to two given parallel lines. അതായത് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, അതിന്റെ അതേ ഈക്വൽ ദൂരത്തിൽ ലൈൻ, ഈ 2 ലൈനും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഒരു കോമൺ പോയിന്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആ 2 ലൈൻ എങ്ങനെ പോകുന്നത്? പരസ്പരം പാരലാണ്. പാരൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കോമൺ പോയിന്റ് ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇത് എം ടി സെറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യുക, അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക, നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ. W സമം the set of follows such that x is a point common to two skew lines. സ്ക്യൂ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്ന ലൈനാണ് സ്ക്യൂ ലൈൻ, ചെരിഞ്ഞു പോണത്. അപ്പൊ അത് എപ്പോഴും കൂട്ടിമുട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കോമൺ പോയിന്റ് വരാൻ സാധ്യതയുണ്ട്. ഉണ്ടോ ഇല്ലേ നിങ്ങൾ ആലോചിക്കുക. എം ടി സെറ്റ് ആണോ അല്ലേ എന്ന് ആലോചിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് എം ടി സെറ്റ്. അപ്പൊ എം ടി സെറ്റ് എന്ന് പറഞ്ഞ പോർഷൻസ് കഴിഞ്ഞു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈനായിട്ട് ഇതുപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. അതിന് നിങ്ങൾ ഓൺലൈൻ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾ വാട്സപ്പ് ചെയ്യുക 9747977418. ഓക്കെ, താങ്ക് യു.